എന്തായാലും സാറിനോട് അവര് കാണിച്ചത് മഹാമോശമായി പോയി. ഏതോ ഒരുത്തിക്ക് വേണ്ടി സ്വന്തം അനിയനെ തല്ലുക എന്നൊക്കെ പറഞ്ഞ അപ്പൊ അത്രയ്ക്കുണ്ട് അവര് തമ്മിലുള്ള അടുപ്പം. സാറിന്റെ ഭാര്യയുടെ തലയിൽ വിഷം കുത്തിവെച്ച് സാറിനെതിരെ തിരിച്ചത് ആ വക്കീലും സാറിന്റെ ചേട്ടനും കൂടിയാ. എനിക്കറിയാടോ, അയാൾ ഒറ്റൊരുത്തം കാരണം ഞങ്ങളുടെ കുടുംബം മുഴുവൻ തൊലഞ്ഞു പോയത്. സ്വന്തം വീട്ടിൽ സാറിനുണ്ടായതുപോലൊരു അനുഭവം ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടായി കാണില്ല. അയാൾ എന്നെ തല്ലിയതിലല്ല, പക്ഷെ ഉണ്ടല്ലോ ആ വക്കീല് അവളെന്റെ നേരെ കുരയ്ക്കാൻ വന്നു. എന്നോട് ആജ്ഞാപിക്കാൻ അവളോരോ. ഇപ്പൊ സാറിന്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ വക്കീലാണെന്നാണ് എല്ലാരും പറയുന്നത്. പകല് മാത്രമല്ല, രാത്രിയിലും അവിടെ തന്നെയാ പൊറുതി എന്നാ കേൾക്കുന്നത്. അതൊക്കെ പോട്ടെ സാറേ, സാറിനെ സഹായിക്കാൻ ഇപ്പൊ അവന്തിക മാഡം ഉണ്ട്. സാറിന് എന്ത് സഹായം വേണമെങ്കിലും മാഡം ചെയ്തു തരും. ഇത് ഞാൻ വിടത്തില്ല. എന്റെ ഭാര്യയും മോളെ ഇനി അകറ്റാന്ന് ആരും വിചാരിക്കണ്ട. വീട് സാറേ, സാർ ഇപ്പൊ രാജകീയമായിട്ടല്ലേ ജീവിക്കുന്നത്. സാറിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുതെന്ന് മാഡം എന്നോട് പ്രത്യേകം പറഞ്ഞിരിക്കുക. പണമാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. അത് ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് ഇതിനെല്ലാം ഉള്ള തിരിച്ചടി ഞാൻ കൊടുക്കും. സാറിന് എത്ര പണം വേണമെങ്കിലും മാഡം തരും. മാഡത്തിന്റെ കൂടെ നിന്നു കൊടുത്താൽ മതി. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഒരുത്തരും വേണ്ട എന്റെ കൂടെ. ഞാൻ ഒറ്റയ്ക്ക് മതി. അയാളുടെ പഴയ ഭാര്യ ഉണ്ടല്ലോ അർച്ചന, പണ്ടൊരുത്തെ അയാളുടെ തോളി കയറി നടന്നതിനാ അവര് കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിപ്പോയത്. ഇപ്പതാ 10 കൊല്ലം കഴിഞ്ഞു. അതിനിടയിൽ എത്ര ഉരുള് പൊട്ടി, പ്രളയം വന്നു, എത്ര പേര് ഒഴുകിപ്പോയി, എത്രയോ പേര് ചത്തും പോയി. അവരും ചത്ത മണ്ണടിഞ്ഞു കാണും. എന്താ ഇത്ര വലിയ ആലോചന? രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ അവനോട് വന്നപ്പോ ഞാനങ്ങനെ ബലിയിടുന്നേ. അവനറിഞ്ഞത് സമ്മതിക്കേയില്ല. ഇനിയിപ്പൊ എന്തു പറഞ്ഞ് സച്ചേട്ടനെ ഒഴിവാക്കാനാ? ഒരു കാരണവശാലും അവനത് അറിയാൻ പാടില്ല. ഓ, ആ സമയത്ത് തന്നെ അവൻ കേറി വന്നു. നമ്മൾ സംസാരിച്ചതൊക്കെ അവൻ കേൾക്കുകയും ചെയ്തു. ഇനിയിപ്പൊ എങ്ങനെ അവനെ ഒന്ന് ഒഴിവാക്കി പോവും? ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? സാധാരണ അച്ഛനമ്മമാർക്ക് മക്കളല്ലേ ബലിയിടുന്നത്. മക്കൾക്ക് അച്ഛനും അമ്മയെ ബലിയിടാറുണ്ടോ? അത് ദോഷമല്ലേ ആന്റി? ഞാനിങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇക്കാര്യം ഞാൻ ശാരദ മാഷിനോട് ചോദിച്ചു. എന്റെ മനസ്സിന് സങ്കടം മാറാനായതുകൊണ്ട് അതിൽ കുഴപ്പമില്ലെന്നാ ശാരദ മാഷിന്റെ അഭിപ്രായം. മോളെ, നമ്മുടെയൊക്കെ സ്വാർത്ഥതയും അച്ഛനോടുള്ള സ്നേഹവും കാരണം അവൾക്ക് വേണ്ട കർമ്മങ്ങൾ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ഇനി അച്ഛനെടുത്ത് യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലെങ്കിൽ എങ്കിൽ ഇതുവരെ അവൾ അനുഭവിച്ച സങ്കടങ്ങൾക്ക് ബലിയായിട്ട് ഇത് ദൈവം കരുതിക്കോട്ടെ. ആന്റി, മോളെ, ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ ചത്ത പാമ്പിനെ നമ്മൾ കണ്ട്. നാളെ ജീവനുള്ള പാമ്പ് ഈ കുഞ്ഞുങ്ങളെ ആരെങ്കിലും കടിച്ചാ നമ്മൾ എന്താ ചെയ്യാ? ഈ ദോഷങ്ങൾ കാരണം അവർക്കൊന്നും സംഭവിക്കരുത്. അതിന് ഈ ചടങ്ങ് നടത്തിയേ പറ്റൂ. പക്ഷേ സച്ചിയുടെ കാര്യം എന്ത് ചെയ്യുമെന്നാ? ഇനിയിപ്പോ അവനോട് വരണ്ടാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ അതിന് മറുപടി പറയേണ്ടി വരും. മോളെ, അവനെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി പറയോ? അതിനൊരു വഴിയുണ്ട് ആന്റി. എന്ത് വഴി? നാളെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് സച്ചേട്ടൻ എഴുന്നേക്കാൻ എന്തായാലും ലേറ്റ് ആവും. അതിനു മുൻപ് ആന്റി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി.
അത് ഉണരുമ്പോ ഞാൻ എവിടെ പോയതാണെന്ന് അവൻ ചോദിക്കത്തില്ലേ? അതൊന്നും സാരമില്ല. ഇനി അഥവാ ചോദിച്ചാലും അന്നേരം ഞാൻ എന്തെങ്കിലും മറുപടി പറഞ്ഞോളാം. ഇത്രയും നാളും അർച്ചനയെടുത്ത് ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആന്റിക്ക് ഇപ്പൊ എന്തു പറ്റി? അറിയില്ല മോളെ, മനസ്സിന്റെ ബലമൊക്കെ പോയി. പഴയ ഞാൻ ഇപ്പോ ഞാനല്ലാതായി മാറി. എന്താണ് ഒരു ആലോചന? പ്രയോജനമില്ലെന്ന് അറിഞ്ഞിട്ടും വെറുതെ ഓരോന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കായിരുന്നു ഞാൻ. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി വീഴുന്ന നിമിഷം അതെത്ര വലുതാ. പക്ഷെ എന്റെ മനസ്സിൽ ആ നല്ല നിമിഷങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ പോലുമില്ല. നാളെ നടക്കാൻ പോകുന്ന താലിചാർത്തില് പുതിയ ഓർമ്മകളല്ലേ സമൃദ്ധ? ഒരുപക്ഷെ അത് തന്റെ സങ്കടമൊക്കെ മനസ്സിലാക്കി ദൈവം തരുന്നതായിരിക്കും. അങ്ങനെ കരുതിക്കൂടെ? പുതിയ ഓർമ്മകളൊക്കെ മതി നമുക്കിനി. ദൈവത്തിന്റെ തീരുമാനം പോലെ എല്ലാം നടക്കട്ടെ. ഗൂഗിളിന് എന്താ ഒരു സങ്കടം പോലെ? ഏയ് ഒന്നുമില്ല. നാളെ താലി പൂജിക്കണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് വേണ്ടാന്ന് വെക്കാം. തന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല. ഏയ്, ഓരോ അമ്പലത്തിലും ഓരോ വിശ്വാസമല്ലേ. എനിക്കത് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ.